ഹലോ വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മേട്ടുക്കുഴി വ്യൂ പോയിൻറ്റിലേക്ക് ചുമ്മാ ഒന്ന് പോയിട്ട് വരാം. ഇപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ ആണെങ്കിൽ വെയിൽ അധികം ആയിട്ടില്ല, ചെറുതായിട്ട് വെയിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് വരാം. അപ്പോൾ കട്ടപ്പന പ്രദേശത്തുള്ളവർക്കെല്ലാം അറിയാവുന്ന സ്ഥലമാണ്, നമ്മളും കുറേ വട്ടം പോയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ജീപ്പായിട്ടൊക്കെ നേരത്തെ പോയതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നമ്മുടെ ബൈക്ക് എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. ഞാൻ ഇപ്പോൾ പോയിട്ട് ഒത്തിരി നാളായിട്ടോ, എനിക്ക് ഏറെക്കുറെ ഒരു 2 വർഷമായെന്ന് തോന്നുന്നുണ്ട് അവിടെ പോയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ നമ്മൾ ഡ്രോൺ എടുത്തിട്ടുണ്ടെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ വിഷ്വൽസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്രോൺ ഏതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇത് ഞാൻ പോകുന്നത് ഒറ്റയ്ക്കാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ഇതിലുള്ളത് ഞാൻ നമ്മുടെ കട്ടപ്പന വള്ളക്കടവ് റൂട്ടിലാണ്. കട്ടപ്പന വള്ളക്കടവ് റൂട്ടിൽ വരുമ്പം അമ്പലക്കവലയിൽ നിന്ന് ഞാനിപ്പോൾ ലെഫ്റ്റ് എടുക്കുന്നത്. ഞാൻ വള്ളക്കടവിൽ നിന്ന് വരുന്നുണ്ട് ലെഫ്റ്റ്. കട്ടപ്പനയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് എടുക്കേണ്ടത്. ഇതാണ് കട്ടപ്പന അമ്പലം കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡുകളിലാണ് കട്ടപ്പന അമ്പലം. ഇവിടുന്ന് നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് കഴിയുമ്പോൾ ലെഫ്റ്റും റൈറ്റും വഴിയുണ്ട്. ഇവിടെ നമുക്ക് റൈറ്റിലാണ് പോകേണ്ടത്. നമ്മുടെ വണ്ടമേട് മാലി വഴി കുമ്പളി പോണ വഴിയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ നിന്നും കുറച്ച് ദൂരം ഉണ്ട് പോകാൻ. ഒരുപാട് നമുക്ക് മുകളിലേക്ക് എത്താനുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഓഫ് റോഡും നമുക്കുണ്ട്. ഇപ്പോൾ അവിടുത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. നമുക്ക് പോയി നോക്കാം. ഒരുപാട് നാളുകൾക്ക് ശേഷമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കൊരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പം എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ആരെയും ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടേതാണ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പോലെയാണ് നമ്മളെ മറ്റുള്ളവർ കാണുന്നതെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയം അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിൻ്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അവരവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ വരും. സോ എല്ലാവരും ഒറ്റയ്ക്കെല്ലാം ചെയ്ത് പഠിക്കുക. ഞാനിപ്പോൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഞാനിതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഫ്രണ്ട്സാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഞാൻ എല്ലാത്തിനും ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇമ്പോർട്ടൻസ് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ ചുരുക്കം ഓരോ ഫ്രണ്ട്സും അതുപോലെ തന്നെ ചില ഫാമിലി മെമ്പേഴ്സും മാത്രമേ ഇന്നെൻ്റെ കൂടെ ഉള്ളൂ. സോ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുക, എന്തായാലും എന്തിനാണെങ്കിലും. പിന്നെ ഇതിനേക്കാളും എല്ലാത്തിലും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി തന്നെയാണ്. പൈസ ഉള്ളവൻ രാജാവാണ്. അത് നമ്മൾ പഠിക്കും. പണ്ടൊക്കെ നമ്മൾ കുഞ്ഞിലെ ചോദിക്കുമ്പോൾ പൈസ വേണോ സ്നേഹം വേണോ എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹം വേണമെന്ന് പറയുള്ളായിരുന്നു. നമ്മൾ സ്നേഹബന്ധങ്ങൾക്കാണ് ചെറുപ്പം തൊട്ടേ വില കൊടുത്തിരുന്നു. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും, സ്നേഹബന്ധത്തെക്കാളും വിലയും പവറും എല്ലാം ഉള്ളത് പൈസയ്ക്ക് തന്നെയാണ്. പൈസ ഉള്ളവൻ രാജാവാണ്. സോ മണി ഉണ്ടാക്കുക, നേരെ മാർഗത്തിലൂടെ ഉണ്ടാക്കുക, കഷ്ടപ്പെട്ടുണ്ടാക്കുക. സോ സിമ്പിൾ. അപ്പോൾ എന്തായാലും പറഞ്ഞ് പോരാടിപ്പിക്കുന്നത് നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. ഇതിങ്ങനെ ഈ കയറ്റം കയറി നമുക്ക് ചെല്ലണം. കയറി ചെല്ലുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്തായാലും നിങ്ങളവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. നമുക്കവിടെ എത്താൻ ഇച്ചിരി പാടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബൈക്കും കൂടെ അല്ലേ. നേരത്തെ നമ്മുടെ ജീപ്പൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കൂളായിട്ട് പോയിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആട്ടോ പോകണ്ടേ. ഇപ്പോൾ മേട്ടുകുഴിയാണ് നമ്മൾ വന്നാൽ. മേട്ടുകുഴി എത്തി. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് പോകണം. ലെഫ്റ്റുള്ള റോഡിൽ നമ്മൾ പോയി കഴിയുമ്പോൾ മേട്ടുകുഴി ആ ഒരു ചെറിയൊരു 3-4 കടകളൊക്കെ ഉണ്ട്. അവിടെ നമുക്കൊരു 700 മീറ്റർ ഫ്രണ്ടിലോട്ട് പോകണം. 700 മീറ്ററോളം ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഒരു ഓഫ് റോഡുണ്ടാവും. ഒരു മൺവഴി. ഇവിടുന്ന് ഈ ലെഫ്റ്റ് കിടക്കുന്ന വഴിയിലാണ് നമുക്ക് പോകേണ്ടത്.
എത്ര വീഴ്ച വീഴുമെന്നൊക്കെ കണ്ടറിയാം കേട്ടോ. കാരണം മഴ ആയതുകൊണ്ട് നല്ല ചെളിയായിരിക്കും. നമുക്ക് പോയി നോക്കാം. ഗൊറിലായിട്ടുള്ള ആദ്യത്തെ ഓഫ് റോഡാണ് കേട്ടോ. ബസ്സിനെ താട്ട് നോക്കിയാൽ നല്ല വ്യൂ നിങ്ങൾക്ക് കാണാം. പറഞ്ഞില്ലേ, ടയറിന് ഇഷ്ടമുള്ളിടത്തോടൊക്കെ കേട്ടോ പോകുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ചെറിയൊരു ആക്സിലേഷൻ മാത്രം കൊടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഒരിക്കലും ഒരു ഓഫ് റോഡ് ബൈക്കല്ല, ഒരു റോഡ്സ്റ്ററാണിത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. അതുമല്ല, ഇതിന് എയർ കൂടുതലാണ്. കാരണം 120-160 ടയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടയർ എനിക്ക് തോന്നുന്നു 36-31 റേഷ്യോ ആണെന്ന് തോന്നുന്നു ഇതിന് എയർ അടിക്കുന്നത്. സോ അയ്യോ ചെളി. അയ്യോ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇവനെ ഇതിന് മാത്രം എന്തായി കിടന്ന് കാണിക്കുന്നതെന്ന്. കണ്ടോ, നല്ല വഴുക്കലുള്ള ചെളിയാണ്. ഒന്നാമത്തെ കാര്യം, ഇത് എക്സ്പ്രസോ അല്ലെങ്കിൽ ഹിമാലയനോ ആണെങ്കിൽ നമുക്ക് പുഷ്പം പോലെ ചുമ്മാ ഒന്നും നോക്കാതെ പോകാം. പക്ഷേ ഈ ഒരു ബൈക്ക് കൊണ്ട് വരുമ്പോൾ ഇത് ലേശം ടാസ്ക്കാണ്. ഒന്നാമത്തെ കാര്യം, ബൈക്കിന് നല്ല വെയിറ്റ് ഉണ്ട്. നമ്മുടെ MT പോലെയല്ല. MT കൊണ്ട് നമ്മൾ ഓഫ് റോഡ് പോയ വീഡിയോസ്, അതായത് ഉറുമിക്കാരൊക്കെ പോയ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണും കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് ABS ഓഫ് ആക്കാനുള്ള ഓപ്ഷനും വരുന്നില്ല. നല്ല ചെളി. നമ്മൾ പെട്ടതാണ് കേട്ടോ. വലിയ ഡയലോഗ് അടിച്ച് ഒറ്റയ്ക്കൊക്കെ വന്നത്, പക്ഷെ പെട്ടാൽ തീർന്നു. നോക്കാം. ഓക്കെ, പെർഫെക്റ്റ്. ഇതിൽ ആൾക്കാരൊക്കെ ബൈക്ക് കൊണ്ട് പോകണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിന് മുമ്പ് ഞാൻ ബൈക്കായിട്ട് വന്നിട്ടില്ല എന്നാണ് തോന്നണേ. ഞാൻ ജിപ്സി ആയിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജീപ്പായിട്ട് വന്നിട്ടുണ്ട്. ബൈക്കായിട്ട് വന്ന ഓർമ്മ എനിക്കില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഫ്രണ്ട്സ് V3 ഒക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ബൈക്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഓഫ് റോഡ് തന്നെ നമ്മുടെ ഈ വണ്ടിയിൽ അടിക്കണേ. സോ അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസ് കുറവുണ്ട്. അതുകൊണ്ട് ഇവൻ എന്താ ഈ കാണിക്കുന്നതെന്ന് ആരും വന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കരുത്. ഏറെക്കുറെ ഒരു പകുതിയോളം താണ്ടി. ഇവിടെ ഈ ഫുള്ള് ഹിന്ദിക്കാരൊക്കെ താമസിക്കുന്ന ഏരിയാസാണ് കേട്ടോ. വെയിൽ വന്നു തുടങ്ങി, പക്ഷെങ്കിൽ പറഞ്ഞ ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ കൈക്കൊക്കെ നല്ല വേദനയുണ്ട്, അത് വേറെ കാര്യം. മേ ബി ഞാൻ ഇരുന്നൊക്കെ ഓടിക്കുന്നതിൻ്റെ ആയിരിക്കും കേട്ടോ.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിത് വീഡിയോ കൂടെ കാണുമ്പം എത്രത്തോളം ഇത് ഓഫ് റോഡായിട്ട് തോന്നിക്കുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. താന്നു പോയില്ല എന്ന പ്രതീക്ഷയിൽ പോകുന്നു. താന്നു ഗൈസ്. ഇവിടെ നമുക്ക് ടാസ്ക് വരാനുള്ള എല്ലാവിധ ഇതും കാണുന്നുണ്ട്. ഇത്രത്തോളം താന്നു. ഓ, നല്ല കുഴിയാണ് കേട്ടോ. ഓ നൈസ്. ഫ്രണ്ട് താന്നു, പക്ഷേ ബാക്ക് പെട്ടെന്ന് തന്നെ കയറി വന്നു കേട്ടോ. നൈസായിരുന്നു, നൈസായിരുന്നു. ഞാനൊക്കെ പണ്ട് ജീപ്പ് വരുമ്പോഴേ ഇതൊന്നും നോക്കില്ല, വെള്ളം കാണുമ്പോൾ അടിച്ച് തെറിപ്പിച്ച് പോകുമായിരുന്നു. ഇപ്പോഴാണ് ബൈക്കുകാരെ കഷ്ടപ്പാട് നമ്മൾ അറിയണം. ബൈക്കിൽ ഓഫ് റോഡ് ചെയ്യുന്നവരെ നമ്മൾ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ജീപ്പ് പോലെ അല്ല. ജീപ്പ് പറഞ്ഞാലും റോൾ ഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെളിക്കകത്ത് വന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ കയറി പോകാം. പക്ഷേ ബൈക്ക് അങ്ങനെയല്ല. സോ നമുക്കവരെ നല്ല രീതിക്ക് റെസ്പെക്റ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഇവിടെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് ബൈക്ക് കൊണ്ടുവന്ന കാര്യം നോക്കാം. ജീപ്പ് കൊണ്ടുവരുമ്പോൾ സാധാരണ ഇവിടെ ആട്ടോ ടാസ്ക് കിട്ടാറ്. ഈ രണ്ട് കല്ലിൻ്റെ മണ്ടേ കൂടെ ഒരുപോലെ കടത്തണം. അതാണ് ബൈക്ക് കൊണ്ട് വേറെ വഴി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ജീപ്പ് കൊണ്ടുവരുമ്പോൾ ഇവിടെ ടാസ്ക്. ഓക്കെ, എന്തായാലും അവിടെ പോയി നോക്കിയിട്ട് വന്നിട്ട് വണ്ടി എടുക്കാം കേട്ടോ. വണ്ടി ഇന്നലെ കഴുകിയതാണ് കേട്ടോ. കുറെ നോക്കി അത് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇറക്കൊണ്ട് വരാം കേട്ടോ. ഇവിടുത്തെ ഈ കല്ല് ചെറുപ്പം ഒരു ഡൗട്ടുണ്ട്, തട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന് നോക്കാം. ഇവിടെയൊക്കെ നമ്മൾ ജീപ്പ് ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ചിലപ്പം അടിയടിക്കാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട് ഞാൻ. പെർഫെക്റ്റ്. പെർഫെക്റ്റ്. നോക്കാം. വ്യൂ ഉണ്ടോ? ഞാൻ കട്ടപ്പന വരുന്നത്. നമുക്കിവിടെ ബൈക്ക് കയറ്റി വെക്കാനുള്ളൊരു സ്പോട്ടുണ്ട്, നമുക്കത് ജസ്റ്റ് നോക്കാം.
വണ്ടി ഓഫ് ചെയ്തു. ഓക്കെ, പെർഫെക്റ്റ്. അടുത്ത ഫൈനൽ നമ്മളെത്തി. നോക്കി, താട്ട് വലിയ കുഴി. അടിപൊളിയല്ലേ? ഇതാണ് വള്ളക്കടവ്. ആ ഭാഗത്തേക്ക് ഫുള്ള് കട്ടപ്പന. നമ്മുടെ അഞ്ചുരുളിയുടെ വെള്ളം കയറി കിടക്കണം അവിടെ. നൈസ്. അവിടെ ഒരു വീട് പണിയുന്ന നോക്കി, എന്ത് രസമെന്ന്. അത്രയും ഭാഗത്തിന് നടുക്കൊരു വീട്. ഇത് നല്ല രസമല്ലേ? നിങ്ങളത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. നമ്മുടെ വള്ളക്കടവ് വള്ളം അവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇടുക്കിയിലെ നമ്മുടെ മറ്റേ വലിയ വീടില്ലേ, ഇത് അതവിടെ കാണുന്നുണ്ട്. വാലുമേലിൻ്റെ അവരുടെ ഫാമിലി, ആ വീട് അവിടെ കാണുന്നുണ്ട്. താഴെ ഒരു റിസോർട്ട് കാണുന്നുണ്ട്. നൈസ്. അപ്പോൾ നമുക്ക് താക്കോൽ ഓഫ് ആക്കാൻ മറന്നുപോയി. നമുക്ക് താക്കോൽ ഓഫ് ആക്കാം. ഇനിയിപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി എൻ രാവുകൾ വരും നിന്റെ കാൽ താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയെന്ന് പറഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഡ്രോൺ. ഇറങ്ങിയിട്ട് കുറച്ച് നാളായതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് തന്നതാണ്. നമ്മളിതിൻ്റെ അകത്ത് സ്കിന്നും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്കിന്നും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് DJയുടെ Mini 3 Pro ആണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് കണക്ട് ചെയ്യാം. ജോയിസ്റ്റിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല കേട്ടോ. സോ എല്ലാം സൂക്ഷിച്ചൊക്കെ ചെയ്യണം. ഓക്കെ, ഡബിൾ ടാപ്പ് ചെയ്തു, ഇത് ഓണാക്കാൻ വെച്ചു. നമുക്ക് നമ്മുടെ ഡ്രോൺ എടുക്കാം. ഓക്കെ, ബാറ്ററി 3 ബാറ്ററിയാണ് കേട്ടോ വരുന്നത്. 3 ബാറ്ററി വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ബാറ്ററി എടുക്കാം. ബാറ്ററി എടുത്തു. ബാറ്ററി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഗ്ലാസ് കൊണ്ട് റിമൂവ് ആക്കണം കേട്ടോ. ഗ്ലാസ് കൊണ്ട് റിമൂവ് ആക്കി അവിടെ തന്നെ നമുക്ക് ബൈക്കിലേക്ക് വെക്കാം കേട്ടോ. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടായിരുന്ന ഏരിയയാണ്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് എന്തായാലും ഫ്ലൈ ചെയ്യണമെങ്കിൽ കൈ പിടിച്ചാണ് ഫ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഇത് ഓൺ ചെയ്യാം. ഡബിൾ ടാപ്പ് ചെയ്താൽ ഓണായി. ജസ്റ്റ് ഒന്ന് കണക്റ്റ് ആകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ബൈക്കിൽ വെച്ചിട്ട് പറപ്പിച്ചാലോ. ബൈക്കിൽ നമ്മുടെ ബൈക്ക് അവിടെ ഇപ്പോൾ ഉണ്ട്. ബൈക്ക് ഒന്ന് സെൻറ്റർ സ്റ്റാൻഡ് ബൈക്ക് ഇട്ട് പറപ്പിക്കാം. ഓക്കെ, ഇത് കണക്റ്റ് ആയി വരട്ടെ. എന്നിട്ട് ബൈക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇടാം. പെർഫെക്റ്റ്. കണക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വിഷ്വൽസ് ഇവിടെ കാണാം. ഉണ്ടോ പറ്റുന്നില്ലേ? അപ്പോൾ നമുക്ക് ഡ്രോൺ എന്തായാലും ഓക്കെ, ഹോം പോയിൻ്റ് അപ്ഡേറ്റ് ആയി. നമുക്ക് ഡ്രോൺ എന്തായാലും ഇവിടെ വെച്ച് പറപ്പിക്കാം.
ഓക്കെ, ചെക്ക് കംപ്ലീറ്റ്. അപ്പം നമുക്ക് ഫ്ലൈ ചെയ്യാം. Take off. Home point updated. നമ്മുടെ ഡ്രോൺ പോകുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. പൊക്കോണ്ടിരിക്കുകയാണ്. ഹൈറ്റ് കൂടിയിട്ടുണ്ട്, 59, 60 അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. മൂവായി പോകുന്നുണ്ട് കേട്ടോ. എഡ്ജിൽ തന്നെ ഇരിക്കാം. വീടല്ലേ. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, നമുക്കിപ്പോൾ ഡ്രോൺ കാണാം. നല്ല കാറ്റ് പിടിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഡ്രോൺ ഏറെക്കുറെ നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് വാണിംഗ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ചാർജ് ഏറെക്കുറെ 20ആയി. അപ്പം ഏറെക്കുറെ ലാൻഡിങ്ങിനുള്ള ഇതായി. ഞാൻ ഈ പറയണ പോലെ ലാൻഡിങ് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. സോ നമുക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് നോക്കാം. ചാർജ് തീരാറായി ഏറെക്കുറെ. നമ്മൾ ബാക്കിൽ വന്നിട്ടുണ്ട്. നമ്മൾ ബൈക്കിൽ തന്നെ ലാൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമുക്ക് ഓ മൈ ഗോഡ്, നമ്മുടെ ഫോണിപ്പോൾ പോയനെ. എഴുന്നേക്കാം. എന്നിട്ടു നമ്മൾ തൊട്ട് മണ്ടേ 2 ഡ്രോണ്. സോ ഓക്കെ, നമുക്ക് കയ്യിലൊന്ന് ലാൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ്. നമ്മളപ്പം കയ്യിൽ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ലാൻഡിങ്ങിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട്, നമുക്കിത് പറഞ്ഞു തരുന്ന ആരുമില്ല കേട്ടോ, നമ്മളിങ്ങനെ തന്നെ പഠിക്കുന്നത്. ലാൻഡിങ്ങിലും ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുന്ന ടൈമിൽ ഇതിൻ്റെ സെൻസർ താഴെയുള്ള ഈ സെൻസർ വർക്കാവില്ല. നമ്മൾ ലാൻഡിങ്ങിനുള്ള ഇതിൽ നിൽക്കും. നമ്മളപ്പം ജസ്റ്റ് ഒന്ന് കറക്റ്റ് പൊസിഷൻ ആയിരിക്കണം. കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇത് ഓഫായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബാറ്ററി ചേഞ്ച് ചെയ്യാം. ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കാണിക്കാം. ഇതിവിടെ വാണിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓക്കെ, വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒക്കെ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബാറ്ററി മാറിയിട്ട് അടുത്ത ബാക്കി വിഷ്വൽസ് നോക്കാം. നമ്മുടെ വണ്ടിയുടെ കോലം കണ്ടല്ലോ. ഇന്നലെ പൊന്നുപോലെ കഴുകി സെറ്റപ്പ് ആക്കിയതാണ്. ഇപ്പോഴത്തെ വണ്ടിയുടെ കോലം ഇതാണ്. എന്തായാലും നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് എന്ന് ആശ്വസിക്കാം. ഈ സാധനം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല. സോ ഇത് മാത്രം കെയർഫുള്ളായിരിക്കണം. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇപ്പോൾ 2 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മടക്കണം. ഈ 2 ലീഫ് നമുക്ക് ഇങ്ങനെ ബാക്കിലേക്കും അതുപോലെ
ഇത് സൈഡിലേക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, പെർഫെക്റ്റ്. ഇതിന് കവറുണ്ട്, ഈ ലെൻസിന് ഒരു കവറുണ്ട്. കവർ നമുക്കിടാം. ചെറിയൊരു ഈർപ്പം പോലെ കാണുന്നുണ്ട് കേട്ടോ. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല, ചെറിയൊരു ഈർപ്പം പോലെ കാണുന്നുണ്ട്. വിഷ്വൽസിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. നോക്കാം. എൻ്റെ കവർ എടുത്തു. ലെൻസിൻ്റെ പ്രൊട്ടക്ടറാണ് കേട്ടോ അത്. അപ്പം നമുക്ക് തിരിഞ്ഞു പോയി ഇങ്ങനെ എടുത്ത് ഇവിടെ 2 ഹോളുണ്ട്, അതിലേക്ക് വെക്കാം. പെർഫെക്റ്റ്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നേരെ വെച്ചു. പിന്നെ നമ്മുടെ കൺട്രോളർ എടുത്തു, കൺട്രോളും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഇനി എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഇവിടെ തിരിക്കണം. നമുക്ക് എന്നിട്ട് ബാക്കി വിഷ്വൽസ് ആണ്. ഓക്കെ, നമുക്ക് പോവാം. കരക്കൊണ്ട് വരാൻ ഈ പറഞ്ഞ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. കയറ്റിക്കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് കണ്ടത് കേട്ടോ. ഇവിടെ ചെറിയ ടാസ്ക് ഉണ്ട്. ഇവിടെ എല്ലാം മുകളിൽ വണ്ടി ഒന്ന് ചെറുതായിട്ട് ചരിച്ചാൽ തന്നെ. ഓക്കെ, ഫ്രണ്ടിൽ കല്ല്. പിന്നെ ഇതിലേക്ക് കയറ്റിക്കൊണ്ട് കൊണ്ടുവരും. വണ്ടി ഒന്ന് അലൈൻ ചെയ്യാം. പെർഫെക്റ്റ്. ഓക്കെ, നമ്മളല്ല വണ്ടി കയറുന്നത്, വണ്ടി തന്നെ വണ്ടിയെ കയറ്റിക്കൊണ്ട് വരുവാണ്. ഇതിലെ പോയാലോ? ചുമ്മാ ചള്ളക്കുഴി കൂടെ പോ. ഓ നൈസ്. ഇത് വണ്ടി ഓഫായി പോകുന്നത് വേറൊന്നുമല്ല, ഓ നൈസ് നൈസ്. രസമുണ്ട് കേട്ടോ ഓഫ് റോഡിങ്. ഓഫ് റോഡ് കേപ്പബിൾ അല്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്കതിൻ്റെതായിട്ട് ഒരു ഇതും അറിയുന്നില്ല കേട്ടോ. വണ്ടി മേ ബി ഈ ടയറിൻ്റെ കൊണ്ടും ആവും കേട്ടോ. വണ്ടി ചുമ്മാ സിമ്പിളായിട്ടാണ് കയറി വരുന്നത്.
വണ്ടി നല്ല സ്കിഡ് ആവുന്നുണ്ട്. നമ്മൾ ബാലൻസ് ചെയ്താട്ടോ പോകുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നേരത്തെ താന്നേ. എൻ്റെ കാലം മുള്ളു കുത്തിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ താന്നേ. ഇപ്പം എങ്ങനെ പോകും എന്ന് നോക്കാം. ഓ, സിമ്പിളായിട്ട് കയറി കേട്ടോ. അപ്പോൾ ഇതൊരു സാധാ വീഡിയോ ആക്കണ്ട, നമുക്കൊരു ഗൊറില്ല 450യുടെ ഓഫ് റോഡ് ടെസ്റ്റിംഗ് കൂടെ ആക്കിയാൽ കേട്ടോ വീഡിയോ. ഞാനേ ബാഗ് ഒന്ന് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് ഓടിക്കായിരുന്നു. കോൾ നമ്മൾ ബാഗ് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഫൈൻ. ആ, ഇറ്റ്സ് നൈസ്. അയ്യോ ചെളി. എനിക്ക് ആക്ച്വലി ബൈക്ക് പേടിയുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് അതിനായിട്ടുള്ള രീതിയിലേ ഉള്ളൂ. ഐ എം നോട്ട് എക്സ്പീരിയൻസ്. പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് മറിച്ചിടാൻ വേണ്ടിയുള്ളൊരു മടിയുണ്ട്. സോ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം ഓർത്ത് തന്നെ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ. ഞാൻ അടി ഇടിക്കും എന്ന് പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മുടെ അടി വയറ്റിൽ നിന്നൊക്കെ ഒരു സംഭവം പറ്റില്ലേ, ആ സംഭവമൊക്കെ വരുന്നിടത്ത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. വേറെ അങ്ങനെ അടി ഇടിക്കുന്നൊരു പ്രശ്നം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് കോർ ഓഫ് റോഡിങ്ങും എല്ലാം നടത്തണേ. ജസ്റ്റ് നമ്മളെ വ്യൂ പോയിന്റ് വന്നപ്പം ഉള്ള എക്സ്പീരിയൻസാണ് പറയണേ. ഓക്കെ, ഓക്കെ. ഓക്കെ, പെർഫെക്റ്റ്. ഇവിടെ നമുക്ക് അത്യാവശ്യം വലിയൊരു കയറ്റാണ്. പുഴു തൂങ്ങിക്കിടക്കുന്ന ടൈമാണ്. ദേഹത്ത് പുഴു കയറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസമൊക്കെ ഉണ്ട്. തോണ്ടിക്കളഞ്ഞാലേ എൻ്റെ അടുത്തൊരു തീരുമാനമാകും ഇന്നത്തെ ദിവസം. പെർഫെക്റ്റ്. കാരണം ഈ തൂങ്ങിക്കിടക്കണ ഈ ടൈമാണ്. സോ എല്ലാവരും ഫുൾ ഫേസ് ഹെൽമെറ്റൊക്കെ വെക്കുക കേട്ടോ. കാരണം ഫുൾ ഫേസ് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം തൂങ്ങിക്കിടക്കും. നേരെ നമ്മുടെ മുഖത്തൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ അടുത്ത് തീരുമാനവും. ഇതിപ്പോൾ എനിക്ക് ജാക്കറ്റ് ഉണ്ടായതുകൊണ്ട് കറക്റ്റ് ജാക്കറ്റിലാണ് ഇടുന്നത്. അതല്ല, ഞാൻ ഫുൾ ഫേസാണ് ഹെൽമെറ്റും വെച്ചിരിക്കണേ. സോ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ്. Oh no. പെർഫോമൻസ് മോഡിൽ കിടക്കുമ്പോൾ നമുക്ക്
ആക്സിലേറ്റർ കൊടുത്തില്ലേ പോലും വണ്ടി തന്നെ മൂവ് ആവും കേട്ടോ. കണ്ടോ? പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ഇത് റോഡിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ഗോൾഡ 450 ആയിട്ടുള്ള ആദ്യത്തെ ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് കഴിഞ്ഞു. അപ്പം പറയുവാണെങ്കിൽ ഇറ്റ്സ് അമേസിങ്. ഒന്നും പറയാനില്ല. എന്താ പറയുക, ഒരിക്കലും ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇത്രയും ഒരു ഓഫ് റോഡ് എന്താ പറയുക കംഫർട്ട് അല്ലെങ്കിൽ ഓഫ് റോഡിൽ ഇത്രയും പെർഫോമൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഗോൾഡ 450 റോഡിൽ മാത്രമല്ല സ്റ്റാറ്, ഓഫ് റോഡും ഓക്കെയാണ്. അത്യാവശ്യം ചെറിയ രീതിയിലല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓഫ് റോഡിങ്ങിൽ ഈ വണ്ടി നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. മേ ബി ഈ ടയറിൻ്റെയും അതുപോലെ തന്നെ ഈ എൻജിൻ്റെയൊക്കെ ഗുണമായിരിക്കും. സെമി ഹിമാലയൻ്റെ ചാസിയാണ് വരുന്നത്, അതായത് പകുതിയോളം ഹിമാലയൻ്റെ സെയിം ആയിട്ടാണ് വരുന്നത്. ഷോക്കിലും വർക്കിങ്ങിലും കാര്യങ്ങളെല്ലാം വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഒറ്റ സ്ഥലത്ത് പോലും എന്താ ഈ പറയുന്ന വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ആകെ നമ്മൾ തിരിച്ച് കയറാൻ ആ കല്ലിൻ്റെ അവിടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കല്ലിൻ്റെ അവിടെ മാത്രം ഒരു ഫസ്റ്റ് നമ്മൾ തിരിച്ച് കയറാൻ നേരം സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഇത് ഫുഡ് റെസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം കറക്റ്റ് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമുക്കവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി. സത്യം പറഞ്ഞാൽ ഞാൻ വേർത്ത് കുളിച്ചിരിക്കുകയാണ്, കാരണം വെയിൽ നല്ല രീതിക്ക് കനക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡ്രോണും നമ്മളെടുത്തു. ഇനിയിപ്പം ഡ്രോണിൻ്റെ അടിപൊളി വിഷ്വൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഉടനെ തന്നെ ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം സർപ്രൈസാണ് പുറകിന് വരുന്നുണ്ട്. എന്തായാലും അടുത്ത വീഡിയോ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഒരു ലോങ് വീഡിയോയുടെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ദേവൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്. സോ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഞായറാഴ്ച എങ്ങും പോകുന്നില്ല, ഞായറാഴ്ച വീഡിയോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതായത് നമ്മൾ എങ്ങും പോകത്തില്ലാത്തതുകൊണ്ട് ഞായറാഴ്ച വീഡിയോ എടുക്കാൻ പോയില്ലാത്തതുകൊണ്ട് നമുക്ക് ചൊവ്വാഴ്ചത്തെ വീഡിയോ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. ചിലപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ വരുന്നത് അടുത്ത ശനിയാഴ്ചയാവും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, ഇല്ലാണ്ടിരിക്കില്ല. ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എന്തായാലും തെറ്റുകുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിലോ ജസ്റ്റ് ഒരു മെസ്സേജായിട്ടോ അല്ല കമൻ്റായിട്ടോ ഇട്ടാൽ മതി. നമ്മളെല്ലാം പരിഹരിച്ച് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ഇതുപോലെ നല്ല അടിപൊളി ഒരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ എപ്പിസോഡ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ.